ന്യൂസ് പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് സോഷ്യൽ സയൻസ് ക്വിസാണ്, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ക്വിസാണ്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആകാശവാണിക്ക് ഈ പേര് നൽകിയത് ആരാണ്? ആകാശവാണിക്ക് ഈ പേര് നൽകിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് ആകാശവാണിക്ക് ഈ പേര് നൽകിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയിലെ അരക്കാലുകൾ എത്ര? ഇന്ത്യൻ ദേശീയ പതാകയിലെ അരക്കാലുകൾ എത്ര? 24 ആൻസർ. ഇന്ത്യൻ ദേശീയ പതാകയിലെ അരക്കാലുകൾ 24. അടുത്ത ചോദ്യം, വാസ്കോഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയത് ഏത് കപ്പലിലാണ്? വാസ്കോഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയത് ഏത് കപ്പലിലാണ്? സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയത് സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ്. അടുത്ത ചോദ്യം, സ്കെയിൽ ആരുടെ സംഭാവനയാണ്? സ്കെയിൽ ആരുടെ സംഭാവനയാണ്? ചാൾസ് എഫ് റിക്റ്റർ. സ്കെയിൽ ആരുടെ സംഭാവനയാണ്? ചാൾസ് എഫ് റിക്റ്റർ. അടുത്ത ചോദ്യം, എന്തിനെ സംബന്ധിക്കുന്ന പഠനമാണ് ജെറൻറ്റോളജി? എന്തിനെ സംബന്ധിക്കുന്ന പഠനമാണ് ജെറൻറ്റോളജി? വാർദ്ധക്യത്തെക്കുറിച്ച്. എന്തിനെ സംബന്ധിക്കുന്ന പഠനമാണ് ജെറൻറ്റോളജി? വാർദ്ധക്യത്തെക്കുറിച്ച്. ചുണ്ണാമ്പുകല്ലിൻ്റെ പ്രധാന ഉപയോഗമെന്ത്? ചുണ്ണാമ്പുകല്ലിൻ്റെ പ്രധാന ഉപയോഗമെന്ത്? സിമൻറ്റ്. സിമൻ്റാണ് ചുണ്ണാമ്പുകല്ലിൻ്റെ പ്രധാന ഉപയോഗം. സിമൻ്റ് ഉണ്ടാക്കുന്നതാണ്. 1975 ജൂൺ 25 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഭരണഘടനയുടെ എത്രാം വകുപ്പ് അനുസരിച്ചാണ് ഇത് പ്രഖ്യാപിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 352. 1975 ജൂൺ 25 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഭരണഘടനയുടെ എത്രാം വകുപ്പ് അനുസരിച്ചാണ് ഇത് പ്രഖ്യാപിക്കുന്നത്? ആർട്ടിക്കിൾ 352. അടുത്ത ചോദ്യം, ലോകത്ത് നിരോധിച്ച പുസ്തകങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ലോകത്ത് നിരോധിച്ച പുസ്തകങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റെഡ് ബുക്സ്. ലോകത്ത് നിരോധിച്ച പുസ്തകങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? അടുത്ത ചോദ്യം, കല്യാൺ സോണ ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? കല്യാൺ സോണ ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? ഉത്തരം ഗോതമ്പ്. അടുത്ത ചോദ്യം, മൈലമ്മ പുരസ്കാരം ആദ്യമായി നേടിയതാര്? മൈലമ്മ പുരസ്കാരം ആദ്യമായി നേടിയത് ഇറോം ശർമിള. മൈലമ്മ പുരസ്കാരം ആദ്യമായി നേടിയത് ഇറോം ശർമിള. അടുത്ത ചോദ്യം, സൗരയുധത്തിലെ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമേത്? സൗരയുധത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 1992 നടന്ന ആദ്യ ഭൗമ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു? ഉത്തരം റിയോ ഡി ജനീറോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 1992 നടന്ന ആദ്യ ഭൗമ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു? റിയോ ഡി ജനീറോ. ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ പേരെന്ത്? ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ പേരെന്ത്? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയാണ് ഉത്തരം. ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? ഉത്തരം അരുണാചൽ പ്രദേശ്. അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ വേഗത അളക്കാൻ. കാറ്റിൻ്റെ വേഗത അളക്കാൻ. അടുത്ത ചോദ്യം, ഉത്തരമഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണിനമേത്? ഉത്തരമഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണിനമേത്? എക്കൽ മണ്ണാണ് ഉത്തരം. എക്കൽ മണ്ണ്. അടുത്ത ചോദ്യം, സമുദ്രതീരങ്ങളിലും നദീമുഖങ്ങളിലും കര ഇടിച്ചിലിനെ ചെറുക്കുന്ന സസ്യജാലങ്ങളുടെ പേരെന്ത്? സമുദ്രതീരങ്ങളിലും നദീമുഖങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്ന സസ്യജാലങ്ങളുടെ പേര് കണ്ടൽ കാടുകൾ. രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏത്? രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ലൂണി. ലൂണി നദിയാണ് രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. 66.5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിൻ്റെ പേരെന്ത്? 66.5 ഡിഗ്രി
ദക്ഷിണ അക്ഷാംശത്തിൻ്റെ പേരെന്ത്? അന്റാർട്ടിക് വൃത്തം. 66.5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിൻ്റെ പേര് അന്റാർട്ടിക് വൃത്തം. കേരളത്തിലെ ഏത് ജില്ലയാണ് കർണാടകം, തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? ഉത്തരം വയനാട്. കേരളത്തിലെ ഏത് ജില്ലയാണ് കർണാടകം, തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? വയനാട്. അടുത്ത ചോദ്യം, മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്തു വിളിക്കുന്നു? ഉത്തരം ആലിപ്പഴ വീഴ്ച. ആലിപ്പഴ വീഴ്ച. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്തു വിളിക്കുന്നു? ആലിപ്പഴ വീഴ്ച. അടുത്ത ചോദ്യം, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഉത്തരം ആനമുടി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ആനമുടിയാണ് ഉത്തരം. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര്? അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജോഹാനസ് ഗുട്ടൻബർഗ്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജോഹാനസ് ഗുട്ടൻബർഗ് ആണ്. ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആപ്പിൻ്റെ ആകൃതിയിലുള്ളതാണ് ക്യൂണിഫോം എന്ന വാക്കിൻ്റെ. അടുത്ത ചോദ്യം, ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏത്? ഹാരപ്പ. ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഹാരപ്പ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന പരാമർശമുള്ള വേദം. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പരാമർശമുള്ള വേദമേത്? അഥർവവേദം. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമേത്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അടുത്ത ചോദ്യം, വിവിധ സൂഫി വിഭാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? വിവിധ സൂഫി വിഭാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സിൽസിലകൾ. വിവിധ സൂഫി വിഭാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സിൽസിലകൾ. അടുത്ത ചോദ്യം, ശുദ്ധാശുദ്ധം എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ജാതി വ്യവസ്ഥ. ശുദ്ധാശുദ്ധം എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ജാതി വ്യവസ്ഥ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ആരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്വിസുകൾ ഇനിയും വരുന്നതാണ്. താങ്ക്